ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. കമലാ ഗോവിന്ദിൻ്റെ സ്പെഷ്യൽ നോവൽ സമരേഖ, അധ്യായം 1. നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ പുഴയിലെ വെള്ളത്തിന്. വേനലിലെ പുഴയിലെ വെള്ളം കുറയും, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും, ഒപ്പം പായലും. മഴ ആരംഭിച്ചതോടെ മാലിന്യങ്ങളെല്ലാം ഒഴുക്കിൽപ്പെട്ടു പോയി. ഇപ്പോൾ നല്ല തെളിനീര്. കണ്ണാടിയിലെന്നോണം വെള്ളത്തിൽ പ്രതിബിംബിച്ചു നിന്ന തൻ്റെ പ്രതിരൂപത്തിലേക്ക് തുളസി നോക്കി പുഞ്ചിരിച്ചു. തെളിനീരിൽ നിരയത്ത പല്ലുകൾ, വിടർന്ന മിഴികളും കണ്ടു. അവള് കടവിലിട്ട് കഴുകിയ തുണി തുളസി വെള്ളത്തിലേക്കിട്ട് ഒലുമ്പിപ്പിഴിഞ്ഞു. ഇപ്പോൾ തെളിനീരിന് സോപ്പിൻ്റെ നിറം. പറമ്പിലെ അതിരിലൂടെ ഈ പുഴയിങ്ങനെ ഒഴുകുന്നത് കൊണ്ട് തുണി കഴുകാനും പാത്രം കഴുകാനും എത്ര എളുപ്പം. പുഴക്കര റോഡുണ്ട്. ഇക്കരയുള്ളതിനേക്കാൾ ആൾതാമസം റോഡിൻ്റെ അക്കരയാണ്. അക്കരയ്ക്ക് കടക്കാൻ പുഴയ്ക്ക് പുറകെ ഒരു ഫർലോങ് അപ്പുറത്തൊരു പാലമുണ്ട്. തുണികളെ പിഴിഞ്ഞെടുക്കുമ്പോൾ തുളസി ഉൾപ്പുളകത്തോടെ ഓർത്തു, ഇതുപോലെ താൻ ഇവിടെ നിന്നും തുണി ഒലുമ്പി പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ആള് വന്നത്. മോഹനൻ പള്ളിക്കലിൽ നിന്നും പെണ്ണ് കാണാൻ വന്നതാണ് 2 മാസം മുമ്പ്. ആദ്യം എത്തുന്നത് തന്നെ തൻ്റെ മുമ്പിലാണ്. ആ ചിരിയും നോട്ടവും ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ മനസ്സിൽ ആ രൂപം പതിഞ്ഞു. എനിക്ക് തുളസിയെ ഒരുപാട് ഇഷ്ടമായി. പോകുന്നതിന് മുമ്പ് തൻ്റെ അരികിൽ വന്ന് മന്ത്രിച്ചത് ഇപ്പോഴും കേൾക്കുന്നത് പോലെ. എല്ലാം പിന്നെ എത്ര പെട്ടെന്നായിരുന്നു. വിവാഹം നിശ്ചയിച്ചു. ഇനി എണ്ണിയാൽ താനീ ആറ്റോരത്ത് 20 നാൾ കൂടി മാത്രം. ഓർത്തപ്പോൾ സങ്കടം തോന്നി. ഈ പുഴയും പുഴയോരവും ഒഴുക്കിൻ്റെ കളകളാരവും തൻ്റെ ശ്വാസധാര പോലെയാണ്. പള്ളിക്കൽ ഇതുപോലെ ഒരു പുഴയുണ്ടാവുമോ? ചോദിക്കാൻ തോന്നിയില്ല അന്ന്. തുളസി പിഴിഞ്ഞ തുണികളുമായിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് കയറി. തെങ്ങുകൾക്കിടയിൽ വലിച്ചു കെട്ടിയ അഴമേൽ തുണി വിരിക്കുമ്പോൾ കണ്ടു. വരാന്തയിൽ അച്ഛനുണ്ട്, പണിക്ക് പോകാനുള്ള വേഷത്തിൽ. അരികിൽ അമ്മയിരിക്കുന്നു. അച്ഛൻ്റെ അമ്മയും ഭിത്തിയോട് ചേർന്ന് കാലും നീട്ടിയിരിക്കുന്നു. തൂണിമേൽ ചാരി വെച്ചിരുന്ന സഞ്ചികൾക്കുള്ളിൽ നിന്നും കൊച്ചുമുഴക്കോലും കെട്ടുവടിയും എടുത്ത് നോക്കുന്നു. വീട് നിർമ്മിതിയിൽ വടക്കേടത്ത് വാസുവാശാരി ഒന്നാംകരയിൽ ഒരു പ്രമാണി തന്നെയാണ്. അക്കരെ കവലക്കടുത്ത് സുഖുസാറിൻ്റെ വീടിൻ്റെ കൂട്ടുകയറ്റാണിന്ന്. അതിനുള്ള പോകാനുള്ള ഒരുക്കത്തിലാണ് വാസുവാശാരി. ഒന്ന് മുറുക്കണം, പോണം, അത്രയുള്ള താമസം. ആരോഗ്യമുള്ള ശരീരം. 55 കഴിഞ്ഞു എന്ന് വാസുവാശാരിയെ കണ്ടാൽ ആരും പറയില്ല. ലേഷൻ രാസ്നാഥപ്പൊടിയും ധന്യന്തരം കുഴമ്പും മേടിച്ചുകൊണ്ട് പോർനാട വാസു. ഭാർഗവി വല്യമ്മച്ചി പറഞ്ഞു, രണ്ടും തീർന്നിട്ട് 2 ദിവസമായേ. വെള്ളം മുണ്ടും കഴുത്ത് വട്ടം കുറഞ്ഞ ബ്ലൗസുമാണ് വല്യമ്മച്ചിയുടെ വേഷം. 80-ലെത്തി നിൽക്കുന്ന വല്യമ്മച്ചി നന്നേ നരച്ച മുടിയാണെങ്കിലും ഈ പ്രായത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം. ഇന്ന് സുഖുസാറിൻ്റെ വീടിൻ്റെ കൂട്ടുകയറ്റാണമ്മേ. ഇന്ന് തന്നെ ഓർഡർ ഇറക്കണമെന്നാണ് പ്ലാന്. നനയാതെ ആക്കി കൊടുത്താലേ അകത്തെ പണി നടക്കൂ. മഴക്കാലല്ലേ, 2-3 ദിവസമായിട്ട് തെളിവാ. ഈ തെളിച്ചതിന് തന്നെ ഓർഡർ ഇറക്കി കൊടുക്കണം. എല്ലാം കഴിയുമ്പോൾ വൈകും. കുഴമ്പും പൊടിയൊക്കെ നാളെ മേടിക്കാമേ, വാസുവാശാരി പറഞ്ഞു. ആ, നാളെയെങ്കിലും കിട്ടണം, വല്യമ്മച്ചി പറഞ്ഞു. അയാൾക്കരികിലിരുന്ന് പാക്കു നുറുക്കുകയാണ് അമ്മാളു. കൈലിമുണ്ടും ബ്ലൗസിന് മേൽ ചെറിയ കവണിയും വേഷം. അമ്മാളു വച്ചു നീട്ടിയ പാക്കും വെറ്റിലയും വാങ്ങുമ്പോഴാണ് വാസുവാശാരി തുണി വിച്ചിട്ട് വരുന്ന തുളസിയെ കണ്ടത്. വരാന്തയിലൂടെ കയറിയ തുളസി അടുക്കളയിലേക്ക് നീങ്ങി. അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തതുപോലെ വാസു ആശാരി അമ്മാളുവിനെ നോക്കി. ബാങ്ക് വരെ ഒന്ന് പോകണ്ടായോടെ, ലോണിൻ്റെ കാര്യം അന്വേഷിക്കാനാണ്. 10 സെൻറ്റാണ് ആ പുരയിടം. അതിൽ ചെറിയൊരു വീടും 3 മുറിയും അടുക്കളയും വരാന്തയുണ്ട്. തെക്കുവശത്തായിട്ട് വാസു ആശാരിയുടെ പണിപ്പുരയും. വീടും പറമ്പും കോപ്പറേറ്റീവ് ബാങ്കിൽ ഈടുകൊടുത്ത് പണം വാങ്ങാനാണ്. 25,000 രൂപ അപേക്ഷിച്ചിരിക്കുകയാണ് തുളസിയുടെ വിവാഹാവശ്യത്തിലേക്ക്. അടുത്ത ആഴ്ച വിവാഹപ്പണം പള്ളിക്കലെത്തിക്കണം. തുളസിയെ കൂടാതെ അവൾക്ക് ഇളയവരായിട്ട് 2 മക്കൾ കൂടിയുണ്ട് വാസുവാശാരിക്ക്. ദീപ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഏറ്റവും ഇളയവൻ ഷാജിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുക. 21 വയസ്സായി തുളസിക്ക്. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഒരു ജോലി തരപ്പെടുമെന്ന് അച്ഛനെ സഹായിക്കണമെന്നും തുളസി ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. ഒന്നും ആയില്ല. നന്നായ പ്രായം കൂടുമെന്നല്ലാതെ എന്ത്. മോഹനൻ്റെ ആലോചന എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ്. മോഹന് സ്വന്തമായിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട്. ഭേദപ്പെട്ട രീതിയിൽ അവിടെ ഓർഡറുണ്ട്. 25 പവനും 50,000 രൂപയാണ് അവർ ചോദിച്ചത്. ചോദ്യം ഒട്ടും കൂടുതലല്ല. ഒറ്റത്തച്ചുകാരനും ചോദിക്കുന്നത് അതിലും കൂടുതലാണ്. പക്ഷെ കൊടുക്കാൻ കയ്യിൽ വേണ്ടേ. പണിയിലെ പ്രമാണിയാണ് വാസുവാശാരി. പക്ഷേ എന്താ ഫലം? തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ സത്യസന്ധമായിട്ട് പണി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ പണം ഒരുപാട് മിച്ചമുണ്ടാവുമോ? അഷ്ടിക്ക് മുട്ടാതെ കഴിയാം, അത്രേ ഉള്ളൂ. എന്തോ തുളസിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഒടുവിൽ 20 പവനും 25,000 രൂപ അവർ സമ്മതിച്ചു പറഞ്ഞത്. ബാങ്കിലേക്ക് തുളസിയെ വിടാം, അമ്മാള് പറഞ്ഞു. വേണ്ട, വാസുവാശാരി പറഞ്ഞു.
നാളെ ആയിക്കോട്ടെ, ഞാൻ തന്നെ പോകാം. ലോൺ പാസ്സായിട്ടുണ്ടെങ്കിൽ കാശ് മേടിക്കാമല്ലോ. മേടിക്കാൻ എളുപ്പാ, എങ്ങനെ വീട്ടും? അമ്മാള് ചോദിച്ചു. അതാ എൻ്റെ വേദന. മേടിച്ചു കഴിഞ്ഞിട്ടല്ലടേ വീട്ടുന്ന പ്രശ്നം. വാസുവാശാരി ചിരിച്ചു. നിന്റെ അച്ഛനും ഇത് തന്നെ സ്വഭാവം, വല്യമ്മച്ചി പറഞ്ഞു. കരയിലെ പ്രമാണി പണിക്കനായിരുന്നു. പക്ഷേ ഒരാവശ്യം വന്നാൽ അന്നേരം ഓടിപ്പാഞ്ഞ് നടക്കണം കാശിന്. ദാണ്ടേ ആ രാഘവനെ കണ്ട് പഠിക്കടാ. ഏടത്തിനുള്ളി നേരെ ചൊവ്വ പിടിക്കാനറിയില്ല പണി എന്നും പറഞ്ഞ് പണിത്തടിയെന്ന് കൊച്ചുമുഴക്കോലിന് തല്ലിവിട്ടതാ അവനെ നിന്റെ അച്ഛൻ. ആഹാ, എന്നിട്ട് എന്നാ പറ്റിയ അയാൾക്ക്? അമ്മാള് ചോദിച്ചു. അയാളെ ജീവിക്കാൻ പഠിച്ചോനാ, കാശുണ്ടാക്കാൻ മിടുക്കനുവാ. നല്ല ഒന്നാന്തരം വാർക്കക്കെട്ടിടോ ഒന്നങ്ങ് തീർപ്പിച്ചേക്കുന്നേ. കഴിഞ്ഞ വർഷം മൂത്ത മകളെ കെട്ടിച്ചതോ 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൂടെ. ഇവിടെ ഉണ്ടൊരു പ്രമാണി. കാര്യം നടക്കണേൽ ബാങ്കിൽ കിടപ്പാടം പണയം വെക്കണം. എടി, ശരിയായി പണി അറിയാവുന്നവന് പണിത്തട്ടിലിരുന്ന് ചതിക്കല. അത് നിനക്കറിയാൻ വയ്യടി. കൂടെ പണിയുന്നവൻ്റെ തച്ചുകാശിൽ നിന്ന് വക്രിച്ച് കമ്മീഷൻ അടിച്ചിട്ട് എനിക്ക് മാളിക തീർക്കണ്ട, സൂഹിക്കുകയും വേണ്ട. പെണ്ണിൻ്റെ കല്യാണം നടന്നാൽ പോരെ, അത് ഞാനങ്ങ് നടത്തും. പോരെ? എങ്ങനെ? 1 പെണ്ണ് 2. അതൊന്നും നീ അറിയണ്ട, 2 ഞാൻ നടത്തും. വാസുവേട്ടാ, ആറ്റരകിൽ നിന്നും വിളിയച്ചു കേട്ടു. ശിവാനന്ദൻ്റേതാണ്. വാസുവാശാരിയുടെ കൂട്ടുപണിക്കാരനാണ് ശിവാനന്ദൻ. ആകെ 4 പേരുണ്ട് കൂടെ. 2-3 വീടിന് അപ്പുറത്താണ് ശിവാനന്ദനും കുടുംബവും. ശിവാനന്ദൻ്റെ മകൻ രാജനെ കൂടെ ഒപ്പം കൂട്ടുന്നുണ്ട്. പിന്നെ ശിവാനന്ദൻ്റെ അളിയൻ ശശിവാസു, ആശാരിയുടെ പെങ്ങള് സരസുവിൻ്റെ മകൻ പ്രകാശൻ. എല്ലാവരും വിശ്വസ്തരാണ്. അവരുടെ സഹായത്തോടെയാണ് വാസുവാശാരി പണി പിടിക്കുന്നത്. കോൺട്രാക്ടർമാരുടെ കുരിച്ചുകയറ്റവും കോൺക്രീറ്റ് വർക്കുകളുടെയും ആശാരിമാർക്ക് ഭീഷണിയല്ലേ എന്നും. അവർക്കിടയിൽ പിടിച്ചു നിൽക്കാനും വീട് പുലർത്താനും കഴിയണമെങ്കിൽ അക്ഷീണം പരിശ്രമിക്കണം. ദാണ്ട് ശിവാനന്ദം വന്ന്, ഞാൻ ഇറങ്ങാം. ഉളിയും സഞ്ചി എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങിയ വാസു ആശാരി പറഞ്ഞു. മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. ഇന്നലെ വരെ മറ്റൊരിടത്തായിരുന്നു പണി. ഇന്ന് കൂട്ടുകയറ്റുള്ളതുകൊണ്ട് ഇന്നലത്തെ പണിത സ്ഥലത്തുനിന്ന് പണിയായുധങ്ങൾ കൊണ്ടുപോകുന്നതാണ്. മുറുക്കാൻ ചവച്ചുകൊണ്ട് തന്നെ വാസുവാശാരി മുറ്റം കടന്ന് ആറ്റിറമ്പിലൂടെ ശിവാനന്ദന്റെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ അകത്തുനിന്നും തുളസി വരാന്തയിലേക്ക് വന്ന് അമ്മയ്ക്കും വല്യമ്മച്ചിക്കും ഇടയിലിരുന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അല്ലേലും ഉള്ളതാ അച്ഛനൊരു കുറ്റപ്പെടുത്തൽ. കാര്യങ്ങളൊക്കെ നടത്തണില്ല അമ്മേ. അച്ഛൻ പിന്നെന്തിനാ എപ്പോഴും ഇങ്ങനെ പറയണത്? അച്ഛനെ വിഷമിപ്പിക്കുന്നതും. ഓ, അച്ഛൻ്റെ പുന്നാരമോളെ വക്കാലത്തിന് വന്നല്ലോ. അകത്തിരുന്ന് പഠിക്കുന്നതിനിടയിൽ ദീപ വിളിച്ചു പറഞ്ഞു. കാര്യങ്ങൾ നടത്തുന്നില്ലെന്ന് ആരടി പറഞ്ഞത്? ഓടി അണച്ച് നടക്കല്ലേ ഇപ്പോൾ. അല്പം കൂടെ കാര്യവും പിടിപ്പും വേണമെന്നാ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മാളു ന്യായീകരിച്ചു. അവൻ എൻ്റെ മോനാ, അപ്പൻ്റെ തനിസ്വരൂപം. വേർത്തുണ്ടാക്കണ കാശ് നേരെയുള്ള കാശെന്ന് അവൻ്റെ അപ്പം പറയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു. ആരുടെയും 10 പൈസ ചക്കാത്തിനെടുക്കല്ലേ. അതൊക്കെ പ്രാക്കുള്ള കാശാ, ഗുണം പിടിക്കല. അറിയാം നിനക്ക്? ഓ, കുറച്ചൊക്കെ കമ്മീഷൻ അടിക്കണം, കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും വേണം, എന്നാലേ ജീവിക്കാൻ പറ്റൂ വല്യമ്മച്ചി. ഹോംവർക്ക് എന്ന് ഷാജി ദീപക്കരികിലിരുന്ന് വിളിച്ചു പറഞ്ഞു. ആ ദീപുവിൻ്റെ അച്ഛൻ അങ്ങനെയല്ല കാശുണ്ടാക്കുന്നത്. രാഘവൻ്റെ കാര്യമാണ് ഷാജിയും പറയുന്നത്. എടച്ചക്ക, തുളസി അകത്തേക്ക് തലനീട്ടി ശാസിച്ചു. മെയ് വേർത്ത് പണിയണം, എന്നിട്ടേ കൈനീട്ടി കാശ് മേടിക്കാവൂ. രാഘവേട്ടൻ്റെ മകൻ ദീപുവിനെ കണ്ട് നീ പഠിക്കണ്ട. ഇപ്പോഴേ നീ മേലോട്ട് കത്തത്തിക്കയറിയൊന്നും വേണ്ട കേട്ടോ. ഇല്ലേച്ചി, അല്ലേലും അച്ഛൻ്റെ സൈഡാ, ഷാജി കെറുവിച്ചു. വാസു ആശാരിയും ശിവാനന്ദനും പണിസ്ഥലത്തെത്തിയപ്പോൾ ശശിയും രാജനും പ്രകാശനും സ്ഥലത്തുണ്ട്. തടിപ്പണിക്കായിട്ടുണ്ടാക്കിയ താൽക്കാലിക ഷെഡിൽ ധരിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് മാറ്റി പണിയാനുള്ള കൈലിമുണ്ടും ഷർട്ടും ധരിച്ച് അവർ റെഡിയായി നിന്നു. സുഗുസാറ് കളക്ട്രേറ്റിലെ UD ക്ലർക്കാണ്. 10 സെന്റ് സ്ഥലം വാങ്ങി ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണി. ഏറ്റവും ചുരുങ്ങിയ തോതിലൊരു വീട് വേണമെന്നാണ് വാസുവാശാരിയോട് പറഞ്ഞത്. തായ്പുര ഓടുമേയണം, മുൻവശം വാർക്കണം, ഭിത്തി നിരപ്പ് വരെ സിമന്റ് കട്ടയ്ക്ക് പണിയായിരിക്കും. ഇന്ന് തന്നെ ഉത്തരം വെച്ച് കൂട്ടുകയറ്റി ഓടിറക്കിയാലേ തായ്പുര നനയാതെ ഇരിക്കും. നെടിയ ഉത്തരം ഇറക്കിയേക്കട്ടെ വാസുട്ടാ, ശിവാനന്ദൻ ചോദിച്ചു. ഇറക്കിക്കോ, വാസു സമ്മതിച്ചു. എടാ രാജാ, ആ സിമന്റ് ചട്ടിയിൽ ഇത്തിരി ചാന്തുകൂട്ടിക്ക്, ശിവാനന്ദൻ മകനോട് പറഞ്ഞു. രാജൻ പണിയിൽ വല്ലാത്ത മടിയനാണ്. മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മരപ്പണി. ആളിനും തടിക്കും ചെയ്യുന്ന പണിക്കും ഒക്കെ അത് ദോഷമാണ്. ശിവാനന്ദൻ കൊച്ചുമുഴക്കോലും കൊണ്ട് ചിലപ്പോൾ രാജനെ കുത്തും, തല്ലും. എന്നാലും അവന് മാറ്റമില്ല. PG വരെ പഠിച്ചതാണവൻ. വൈറ്റ് കോളർ ജോലിയോടാണ് താല്പര്യം. ശിവാനന്ദൻ്റെ നിർബന്ധത്താലാണ് പണിക്കിറങ്ങിയത്. ശശി മുറിക്കുള്ളിലേക്ക് കയറി ജനാലക്കൽ ക്രോസായി മുളകളും പലകളും വെച്ച് ചെറിയൊരു തട്ടുണ്ടാക്കി. താൽക്കാലിക ആവശ്യത്തിന് പട്ടുക വെച്ച് തറച്ചുണ്ടാക്കിയ ഒരു ഏണിയും വെച്ചു. ഭിത്തിക്ക് മുകളിൽ വാസുവാശാരി കയറി.
പ്രകാശനും കയറി. ഇവന്റെ കണ്ണൊന്ന് തെളിച്ചു തരണ ചേട്ടാ. അങ്ങനെ പറഞ്ഞാണ് സരസു പ്രകാശനെ വാസു ആശാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഉരുമാനും ശരിക്ക് ഉളി പിടിപ്പിക്കാനും കൊട്ടുവടി ഉപയോഗിക്കാനുമൊക്കെയാണ് ആദ്യം ശീലിക്കേണ്ടത്. പക്ഷേ പണിയെത്രയും ഒരുമിച്ചങ്ങ് പഠിച്ചു തീർക്കാനുള്ള പ്രമാണിയാകാനും പ്രകാശന് ആക്രാന്താണ്. ചെറിയ ഉരുപ്പടിക്കുള്ളതെല്ലാം വരച്ച് പൊഴികളിടാനും മറ്റും വാസു ആശാരി കൊടുക്കും. വരയിൽ തന്നെ വീതുളി വെച്ച് ആഞ്ഞൊരടിയാണ്, വിറക് കീറുന്ന വിധത്തിൽ. വരയ്ക്ക് വെളിയിൽ ഉളി വെച്ച് കൊട്ടുപൊടി കൊണ്ട് ചെറുതായിട്ട് അടിച്ച് പൂളുകളായിട്ട് ചീന്തിക്കളയണം. ഏറ്റവും ഒടുവിലുള്ള മിനുസപ്പണിക്ക് വരയിൽ വീതുളി വിടാവൂ. പറയുമ്പോഴവൻ എല്ലാം മനസ്സിലായതായിട്ട് തലയാട്ടും, ചെയ്യുമ്പോഴോ പഴയപടി തന്നെ. ലോണും കൈവായ്പയും കൊണ്ട് വീട് പണിയുന്നവൻ്റെ തടി തല്ലിക്കീറി കളഞ്ഞാലേ നഷ്ടം ആര് സഹിക്കും? പ്രകാശനോ അതോ പണി പഠിപ്പിക്കുന്ന അമ്മാവനോ? ശിവാനന്ദനും ശശിയും കൂടി ഉത്തരം മുകളിലേക്ക് പൊക്കി. കിഴക്കിനെയാണ് വീട്. നെടിയ ഉത്തരം കിഴക്കേ ഭിത്തിയിൽ ആദ്യം വെക്കണം. വാസുവാശാരി ഭിത്തി നിരപ്പിന് മുകളിലാകെ ചാന്ത നിരത്തി ലെവല് പിടിച്ചു. രാഹുകാലം നോക്കി ഉത്തരം വെക്കാൻ സമയം കുറിച്ച് 8:30-ക്കാണ്. മനസ്സിലെ പ്രാർത്ഥനയോടെ കൃത്യം 8:30-ക്ക് തന്നെ നെടിയ ഉത്തരം വെച്ചു. സ്ഥാനം കണ്ട് ഈശാന കോണിൽ പ്രാർത്ഥനയോടെ വാസു. ആശാരി കല്ലിട്ട ആ വീട്ടിൽ സാധാരണ രീതിയിൽ ഒരു ദോഷം ഉണ്ടാവില്ല. പിതൃക്കളും വാസ്തുശില്പി ദേവന്മാരും ആശാരിയോടൊപ്പം ഉണ്ടാകണമെന്നും. എന്നാലേ എല്ലാം ഭംഗിയാവും. പടിഞ്ഞാറേ ഭിത്തിയിലെ നെടിയ ഉത്തരവും കുറിയ ഉത്തരവും ഇടഭിത്തി ഉത്തരവും ഒക്കെ വെച്ചുറപ്പിക്കുമ്പോൾ വാസു ആശാരി പ്രകാശനോടും രാജനോടും പറഞ്ഞു, ഒക്കെ കണ്ടു പഠിച്ചോ. രണ്ടുപേരും തലകുലുക്കി. വാസു ആശാരിയോട് എതിര് പറയില്ല രണ്ടാളും. ഇന്ന് തീരുവോ പണിക്ക്? ചോദ്യം കേട്ട് പ്രകാശൻ താഴേക്ക് നോക്കി. സുഖസാറിന്റെ അച്ഛൻ ഗോപാലൻ നായരാണ്. എനിക്കിത് എൻ്റെ പണിക്കാന്നുള്ള വിളി കേൾക്കുമ്പോഴാ പ്രകാശൻ പിറുവിറുത്തു. നീ മിണ്ടാതിരിക്കട പ്രകാശ, ശിവാനന്ദൻ പറഞ്ഞു. അയാൾ വയസ്സായതല്ലേ, പണ്ടത്തെ രീതിയാണ് പണിക്കെന്നുള്ള വിളി. നീ അതിന് ചെവി കൊടുക്കണ്ട. ആ എങ്ങനെ ചെവി കൊടുക്കാതിരിക്കും? അയാളെന്നെ വിളിക്കുന്നത് കൊച്ചു പണിക്കാന്നല്ലേ? പ്രകാശൻ മുറുമുറുപ്പ് തന്നെ. ശിവാനന്ദൻ ഉറക്കെ ചിരിച്ചു. പണിക്കാന്നും പണിക്കത്തിന്നൊക്കെ ആശാരിമാരെ പണ്ടുള്ളവർ വിളിച്ചിരുന്നു. ഇപ്പോഴുള്ളവർക്ക് അതിഷ്ടമല്ല. ആരും അങ്ങനെ വിളിക്കാറുമില്ല. ഉത്തരത്തിന് മേൽ മോന്തായവും നേർക്കഴുക്കോലും പിടിച്ചെടുപ്പിക്കാൻ തുടങ്ങി. ശിവാനന്ദനും കൂടി മുകളിലെത്തി. ഇന്ന് മേൽക്കൂര തീർത്തു തരുമോ ആശാരി? സുഖസാറ് തട്ടുമേക്കറിയുന്നു. കൂട്ടുകയറ്റി ഓടിറക്കിയിട്ട് ഞങ്ങളിന്ന് പോകൂ സാറേ, ശിവാനന്ദൻ പറഞ്ഞു. അത് മതി, സുഖസാറ് തുടർന്നു. ഇന്ന് കൂട്ടുകയറ്റല്ലേ? ഉച്ചയ്ക്ക് ഊണൊരുക്കുന്നുണ്ട്. ഹോട്ടൽ തപ്പി പോവല്ലേ? ആ ആയിക്കോട്ടെ. സുഖു അപ്പുറത്തേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ ശശി ചോദിച്ചു, സ്മോള് കാണുമോ വാസുട്ടാ? സ്മോള് ഞാൻ മേടിച്ചു തരാടാ. വൈകുന്നേരം ആവട്ടെ. വാസു ആശാരി ചിരിയോടെ നേർക്കണ വെച്ചു. ഉവ്വ്, അല്ല തച്ചനെ തരുന്നത് തന്നെ നോട്ട് വെച്ചിട്ട് നോക്കിട്ടാ, പ്രകാശം പറഞ്ഞു. അയാളൊരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാ, വിട്ടേര്, വാസു ആശാരി പറഞ്ഞു. ചിലപ്പോൾ പായസം കണ്ടേക്കും, രാജൻ പറഞ്ഞു. ആ പായസം കൂട്ടി ഒരു ഊണ് തയ്യാറാക്കുന്നുണ്ടെന്നല്ലേ? ഇനി 10-20 ദിവസമല്ലേ ഉള്ളൂ. ശരി പറഞ്ഞു. നമ്മുടെ തുളസി കൊച്ചിൻ്റെ കല്യാണമല്ലേ? പറഞ്ഞതുപോലെ ശരിയാണല്ലോ. കാശൊക്കെ റെഡിയായ വാസുട്ടാ. ലോൺ പാസ്സായി കാണും ശിവാനന്ദ. നാളെ പോയി മേടിക്കാമെന്ന് കരുതുക. വാസു ആശാരി കഴുക്കോലും ബന്ധവും കൂട്ടി വളയിടാനായി ശ്രമിക്കുകയാണ്. സഹായിക്കുന്നുണ്ട് ശിവാനന്ദൻ. സ്വർണ്ണൊക്കെ ഉണ്ടോ ചേട്ടാ? ശശി ചോദിച്ചു. എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ അവളെ ഏൽപ്പിക്കുന്നത്. അമ്മാളുവിനെ അവൾ നുള്ളി നുറുക്കി 8-10 പവനുണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ബാക്കി കൂടി സമയം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കണം. ഉണ്ടാകും വാസുട്ടാ. കല്യാണമൊക്കെ നമ്മളെപ്പോലുള്ളവർ തീരുമാനിക്കുന്നതും നടത്തുന്നതും കയ്യിൽ കാശ് വെച്ചാണോ? അതൊക്കെ അങ്ങ് തീരുമാനിക്കും, വഴി പോലെ നടക്കും. ഈശ്വരനല്ലേ കൂടെ നിന്ന് നടത്തുന്നേ. അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. ആ, ഈ ഈശ്വരൻ തന്നെ നടത്തട്ടെ, അതാ ഞാനും കരുതുന്നത്, വാസു ആശാരി പറഞ്ഞു. തുളസിയുടെ സ്ഥാനത്ത് ഒരു ആൺകുഞ്ഞായിരുന്നെങ്കിലേ വാസുവിനെ ഇപ്പോൾ തച്ചുകാശൊത്തേനെ. രണ്ടുപേരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ശശി പറഞ്ഞു. അതിനിപ്പോൾ പറഞ്ഞിട്ടെന്താ കൃതം? രാജനെ ചൂണ്ടിയിട്ട് ശിവാനന്ദൻ പറഞ്ഞു. ദേണ്ട നിൽക്കുന്നു, ആണ് തന്നെയാ. പക്ഷെ പറഞ്ഞിട്ടെന്നാ? ഉളി നാട്ടി പിടിക്കണേൽ താങ്ങ് കൊടുക്കണം. അവൻ നന്നാവൂടെ ശിവാനന്ദ, നീ കിടന്ന് പിടയ്ക്കാതെ. വയസ്സ് 20 ആയുള്ളൂ. അല്ല, മുളയിലേ അറിയാൻ ചേട്ടാ മുളക്കരുത്ത്. വല്ല പെങ്കൊച്ചുങ്ങളായിരുന്നെങ്കിൽ കെട്ടിച്ചു വിട്ട കേസ് തീർന്നേനെ. ഇതതാണോ? നിനക്ക് മൂത്തതായിട്ട് ആണിനെ തന്നതും എനിക്ക് പെണ്ണെ തന്നതും ദൈവം തന്നെയാ. ഞാനതിലൊന്നും വിഷമിച്ചില്ലടാ. ആണിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ വളർത്തി പഠിപ്പിച്ചു. അവള് BA പാസ്സായി. എനിക്കെന്താ സഹായം ആവുമായിരിക്കുമെന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ മോഹമൊന്നുമില്ല. ഉദ്യോഗമൊന്നും കിട്ടാൻ പോണില്ല നീ, ശശി പറഞ്ഞു. കണ്ടില്ലേ, പത്രത്തിലുള്ള തസ്തിക വെട്ടിക്കുറയ്ക്കാൻ പോണു. ഉടനെയൊന്നും ഒരു പുതിയ നിയമനവും ഇല്ല. പോരെ, തമ്മിപ്പേദം വല്ലവൻ്റെയും കയ്യിലേൽപ്പിച്ച് വിടുന്നതാ. ആ ഭാരവും തലവേദനയും തീരുമല്ലോ. ബാക്കിയൊക്കെ കൊണ്ടുപോകുന്നത് നോക്കിക്കൊള്ളുമെന്ന് വാസുടം പറഞ്ഞതാ ശരി, ശശി പറഞ്ഞു.
വാസുവേട്ടനെ അറിയാലോ, എന്റെ പെങ്ങളുടെ പ്രായം 34 പാസ്സായി, ജോലി കിട്ടുമെന്ന് പറയാൻ ആളില്ല. അതാ ഇപ്പം എൻ്റെ ഏക സങ്കടം. പണിക്കൊരു ആമ്പിള്ളേരൊക്കെ നേരത്തെ കെട്ടത്തില്ലയോ, പിന്നെ പ്രായം കൂടിയ പെണ്ണിനെ കെട്ടാൻ ആരാ വരണേ? വല്ല രണ്ടാം കെട്ടുകാരൻ വരണമെങ്കിൽ അയാളുടെ ഭാര്യ മരിച്ചു കിട്ടണ്ടേ? ശിവാനന്ദൻ തമാശ പോലെ പറഞ്ഞു. വാസപ്പണിക്കാ. താഴെ വീണ്ടും ഗോപാലൻ നായരുടെ വിളി കേട്ടു. അയാൾ പിന്നെയും വന്നല്ലോ പണിക്കാന്നും വിളിച്ചോണ്ട്. പ്രകാശനും രാജനും അമർഷത്തോടെ താഴേക്ക് നോക്കി. 1:30 ഊണ് വിളമ്പുക, ഇറങ്ങി വന്നേ. കഴുക്കോലിന് ഉത്തരത്തിനിടയിൽ ആഞ്ഞു നിന്ന് വളയടിക്കുകയായിരുന്നു ശിവാനന്ദൻ. ഈ വളയടിയൊന്ന് കഴിഞ്ഞോട്ടെ ചേട്ടാ, വന്നേക്കാം, ശശി പറഞ്ഞു. അല്ലെങ്കിലും പണ്ട് മുതലുള്ളതാ, ഉണ്ണാൻ വിളിക്കുമ്പോൾ പണിക്കന്മാർക്ക് തിരക്കിട്ട 2-3 മുട്ട് കൂടുതലാന്ന് ഗോപാലൻ നായർ പറഞ്ഞു. അതേ ചേട്ടനെ അറിയാണ്ടാ, വാസുവാശാരി പറഞ്ഞു. ഓഫീസിൽ പേന വെച്ചിട്ട് കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നത് പോലെയോ മിഷൻ നിർത്തിവെച്ച് ഇറങ്ങുന്നത് പോലെയോ അല്ല തടിപ്പണി. ആശാരിയുടെ വരയും പണിയും നൂലിഴയ്ക്ക് പോലും വ്യത്യാസം വരാൻ പാടില്ല. വരയും കുറിയും ഒപ്പിച്ച് പണിത് അടിച്ചുകൂട്ടി ഒരുമിയാൽ ഒറ്റത്തടിയാണെന്ന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ചെയ്യുന്ന പണി തീർത്ത് ചെയ്യണം. അതാ അതിൻ്റെ രീതിയും കണക്കും. ആശാരിയുടെ പണി എപ്പോഴും തച്ചുശാസ്ത്രപ്രകാരം ഉള്ള കണക്കാ. ആ കണക്ക് ഒരു തപസ്യ. അതിൻ്റെ ഇടയിൽ ആഹാരത്തിനല്ല പ്രാധാന്യം. അമ്മാവ് എന്തിനാ ഇതൊക്കെ ഇയാളോട് വിസ്തരിക്കുന്നത്? ഇത് വല്ലതും അയാൾക്ക് പിടികിട്ടുമോ? പ്രകാശൻ പിറുവിറുത്തു. രാജൻ ഊറിച്ചിരിച്ചു. വളയടി തീർന്നതോടെ നെടിയവശത്തെ പണി തീർന്നു. ഇനി കുറിയ വശമുള്ളൂ. അവിടം പറ്റം കഴുക്കോലിട്ട് വളയടിച്ച് കൂട്ടണം. പിന്നെ പട്ടിക വരിഞ്ഞ് ഓടിറക്കാം. അതിനെ ഊണ് കഴിഞ്ഞിട്ട് രാജൻ തട്ടുമേലിൽ നിന്നും താഴെ ഇറങ്ങി. ഹൗ, എന്തൊരു വെയിലും വിയർപ്പും! മഴയും വെയിലും വിയർപ്പും ഒക്കെ ആശാരിക്ക് പറഞ്ഞിട്ടുള്ളതാടാ രാജ. ശശി ഇറങ്ങി. പ്രകാശൻ താഴെ നിന്നു. ഏണി വഴി ഇറങ്ങിയ ശിവാനന്ദൻ മുകളിലേക്ക് നോക്കി. വാസു ആശാരി ഏണിയിലേക്ക് ചവിട്ടി ഇറങ്ങുകയാണ്. വാസുവേട്ട സൂക്ഷിക്കണം, ചുമ്മാ പട്ടിക അടിച്ചേക്കുമല്ലേ. പടികളൊക്കെ ഉണ്ട്. ഓ ഉണ്ടേച്ച ആദ്യം ഇതിൻ്റെ പടിക്ക് ആണി വെച്ചിട്ട് കയറിയാൽ മതി. വാസു ആശാരി പറഞ്ഞതും അയാൾ ഇറങ്ങുകയാണ്. 3ാമത്തെ പടിയിലേക്ക് ചവിട്ടിയതും ആണി പറഞ്ഞു. പടി തെറ്റിയതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുണ്ടായ നടുക്കം കൈവിട്ടുപോയി. വാസു ആശാരി താഴേക്ക്. മുറിക്കുള്ളിൽ അട്ടിയിട്ടിരുന്ന സിമന്റ് കട്ടയുടെ മുകളിലേക്ക്, അവിടെ നിന്നും താഴേക്ക്. അയ്യോ, നടക്കുന്ന ഒരർച്ച. വാസു ആശാരി തറയിൽ കിടന്ന് പുളഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. സമരേഖ എന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായമാണ് കേട്ടത്. വീണ്ടും നമുക്ക് നാളെ കാണാം അല്ലേ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. സ്റ്റേ വിത്ത് ഓൺ സ്ലീപ്പിംഗ് പീൽസ്.